നല്ല രസമുണ്ടോ? നീ ഇപ്പൊ ആലോചിക്കുന്ന അച്ഛൻ പറയട്ടെ, എങ്ങനെ അതിന്റെ ഉള്ളിൽ കടക്കാം എന്നല്ല നീ ആലോചിക്കുന്നത്? അവളെ പറഞ്ഞു എന്ത്? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. ഇന്ന് നമ്മളല്ലേ അഹമ്മദിയിലുള്ള നമ്മുടെ ഫെബ്രുവരിക്ക് ലൈറ്റ് കാണാൻ വേണ്ടി വന്നിരിക്കാട്ടോ. ഇവിടെ ഹാഫ് ഫിനിഷ് ആയതേ ഉള്ളൂ. നല്ല രസം കൊറേ ലൈറ്റ് ഇവിടെ കൊറേ ലൈറ്റ് അല്ല, ഫെബ്രുവരി ആയില്ല, എന്നാലും കൊറേ ലൈറ്റ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് അതൊക്കെ കാണാം, നല്ല രസം ഉണ്ടാവും. ഞങ്ങൾ നടന്നിട്ട് ഓരോന്ന് കാണിച്ചു തരാം. നല്ല രസമായിട്ട് കാണാന്. ഇപ്പം കറക്റ്റ് സമയമാണ് കേട്ടോ എല്ലാവർക്കും വരാനുള്ള. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ബിസി ആയിരിക്കും. ഫുള്ള് ലൈറ്റ് ഉള്ളത് കൊണ്ട് ആൾക്കാർക്ക് വരാനും എല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടും കൂടിയായിരിക്കും. സോ ഇപ്പോൾ കാണുമ്പോൾ ആൾക്കാർക്ക് സുഖമായിട്ട് വന്നു കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും എല്ലാത്തിനും നല്ല സുഖമാണ്. ഇപ്പോൾ തണുപ്പം കുറച്ച് പോയതുകൊണ്ട് അതും നല്ല കാര്യമാണ്. അവളെ പറഞ്ഞു എന്ത്? അംബർല. ഇതൊന്നും കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്തതായിരുന്നു കേട്ടോ. നാഷണൽ ഡേക്ക് വേണ്ടി ഈ ലൈറ്റുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അഹമ്മദി ഏരിയയിലാണ്. ഒരു അഹമ്മദി അവിടെ ഒരു ക്രിസ്ത്യൻ ചർച്ച് ഉണ്ട്. ആ ചർച്ചിൻ്റെ ഒരു റൗണ്ട് എങ്ങോട്ട് ഫുള്ളായിട്ട് ഗ്രൗണ്ടും കാര്യങ്ങളും വരുന്നുണ്ട്. അതിന് ചുറ്റുമാണ് ഫുള്ളായിട്ട് ലൈറ്റ് ഉള്ളത്. നമുക്ക് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. സോ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഇല്ല. നമുക്ക് വൺസ് നമ്മൾ എൻ്റർ ആയിട്ടുണ്ടെങ്കിൽ ലൈറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ള സ്ഥലത്തേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും. ഇങ്കോ എടി ഈ അമ്പർലിനെ പറ്റി 2 വാക്ക് പറയുങ്കോ. ഇത് എങ്ങനെയുണ്ട്? ഇത് പൊക്കണ്ടായിന് എങ്കാ. ഈ പ്രാവശ്യം ഒരു മരം പോലും ഒഴിവാക്കിയിട്ടില്ല. മരത്തിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്നും കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്തൊരു മോഡലാട്ടോ. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഹായ്, സൂപ്പർ അല്ലേക്കോ? അതാ അത് അപ്പുറത്താക്കുന്ന ഒറിജിനൽ ലൈറ്റ് നമ്മൾ 3 അതാക്കുന്ന കിടക്കുന്ന. ഈ പ്രാവശ്യം അവരെന്തോ ഒരു അംബർലൻ്റെ തീമിലാണ് റെഡിയാക്കിയത്. അതായത് ഇത് KOCൻ്റെ ഉള്ളിലുള്ള ഗ്രൗണ്ടാണ്. നമുക്ക് ഇതിൻ്റെ മറ്റേ കറക്റ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്രൈറ്റ്നെസ് കുറച്ചുണ്ടെങ്കിൽ നല്ല രസമുണ്ട്. അപ്പോൾ തന്നെ കറക്റ്റ് ഇങ്ങനെ അടിപൊളി കഴിഞ്ഞിട്ട് ഫ്ലൈറ്റും പോകുന്നുണ്ട്. അവർക്കിപ്പോൾ താഴോട്ട് നോക്കിയാൽ കാണാൻ മതിയാവില്ല അത്. ഖത്തർ എയർവേസിൻ്റെ ഒരു ഊഞ്ഞാൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. ഉള്ളിലെ കയറാൻ പറ്റില്ല. ഉള്ളിലെ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഊഞ്ഞാൽ പൊട്ടിക്കില്ലേ. പക്ഷെ നമ്മൾ ഈ ലൈറ്റ് കാണുന്ന പരിപാടിക്ക് വരുന്നതുകൊണ്ട് ഈ പ്രാവശ്യം ഒരു നല്ല ഒരു കുറച്ചും കൂടി ഭംഗിയിലുണ്ട് ചെയ്തത്. കാരണം ഇതിൻ്റെ മുകളിലൊക്കെ അങ്ങനെ ഒരു ചെറിയ ഫ്ലവറിൻ്റെ പോലെ അതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. എന്ത് കണ്ടോന്ന്? പറക്കുന്ന പൂങ്കാര. ശരിയാണല്ലോ. അത് നമുക്ക് ആ സൈഡിൽ പോവാം. അപ്പൊ കറക്റ്റ് കിട്ടൂല്ലേ? അവിടെ അതൊക്കെ ഉണ്ട്. നല്ല രസമുണ്ടോ? നീ ഇപ്പൊ ആലോചിക്കുന്ന അച്ഛൻ പറയട്ടെ, എങ്ങനെ അതിന്റെ ഉള്ളിൽ കടക്കാം എന്നല്ല നീ ആലോചിക്കുന്നത്? ഊഞ്ഞാലില് ലക്ഷ്യമിട്ടിട്ടാണ് പിങ്കു നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, അവിടെ ഫുള്ള് ഈ വർഷം അംബർല ഗൈറ്റാണ് ഫുള്ളുള്ളത്. വേണ്ട എന്റെ സീക്കോ എത്രക്ക് വേണോ?
ഭാര്യ കൂട്ടുകാണല്ലോ എറിയാണല്ലോ. ഇനി ചേട്ടാ ഈ പ്രാവശ്യത്തെ ലൈറ്റിനെ പറ്റി എന്താ രണ്ടഭിപ്രായം? അമ്പർലയോ നമ്മൾ വരുമ്പോ ഒരു ബസ് സ്റ്റോപ്പ് കണ്ടില്ലേനോ? അവിടെ പോണം. ഇത് അഹമ്മദിന്റെ വേറൊരു ഏരിയയിലേക്കുള്ള ഒരു ഇതാണ്. എല്ലായിടത്തും ഫുള്ള് ലൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റുകളുമായിട്ടാണ് ഈ വർഷത്തെ ഫെബ്രുവരി 14 അല്ല ഫെബ്രുവരി 14 എന്തായാലും ഫെബ്രുവരി 25, 26 നാഷണൽ ഡേനെ വരവേൽക്കുന്നത് കുവൈത്ത്. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. ഇപ്പം നല്ലൊരു ചെറിയ തണുപ്പൊക്കെ കൊണ്ട് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ. കാരണം വെച്ചാൽ ഇവിടെ നിന്നിങ്ങായിട്ട് ആ ലൈറ്റ് അതിനകത്തുള്ള സമയം എല്ലാം കൂടി ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. നമ്മളെ കുവൈത്ത് ടവറും പിന്നെ കുവൈത്ത് സിറ്റിയിലുള്ള മെയിനായിട്ടുള്ള ബിൽഡിങ്സ് അതിൻ്റെ ഒരു ഇതും ചെയ്തിട്ടുണ്ട്. നമ്മളെ ഒരുപാട് ലൈറ്റുകൾ ഉണ്ടാകുന്ന ആ ബിൽഡിങ്ങിൻ്റെ ആ ലുക്കും വെച്ചിട്ടുണ്ട്. ഈ ലൈറ്റ് ഇതൊക്കെ നമ്മളെ ഫോട്ടോ എടുക്കുമ്പോൾ ഭയങ്കര ഭംഗി ചെയ്യും കേട്ടോ. നമ്മുടെ ഇതൊക്കെ യെസ്. ലൈറ്റ് കണ്ടിങ്ങട്ട് നടന്ന് ക്ഷീണിച്ച പിങ്കുവിനെ എടുക്കാൻ റിനീഷേട്ടൻ. പിങ്കു ക്ഷീണിച്ചാ? കള്ളത്തരാണല്ലോ മുഖത്ത് നിറച്ചു. കള്ളച്ചിരിയാണല്ലോ. നടക്കടി. അത് നോക്കിയേ, ഇവിടെ നോക്കിയേ. ഇതൊക്കെ ചുമ്മാ നമ്മളിങ്ങനെ നടന്നിങ്ങായിട്ട് ഒരുപാട് നടക്കാണ്ട് കേട്ടോ. നടക്കാൻ നല്ല താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി. കാരണം കുറേ ഒരു റൗണ്ട് മൊത്തം നടന്ന് കാണാനുണ്ട്. പള്ളിയോ? ആ ബസ് സ്റ്റോപ്പ് എത്തിയാ.